നമസ്കാരം. ഭീകരവാദത്തിന് അറുതി വരുത്താൻ കാശ്മീരിൽ സൈന്യം നടത്തുന്ന ഓപ്പറേഷന് കരുത്തുകൂട്ടാൻ പുതിയ നീക്കം നടത്തുകയാണ്. നരേന്ദ്രമോദി റഷ്യ സന്ദർശിച്ചതിന് തൊട്ടു പിന്നാലെ കൂടുതൽ അത്യാധുനിക ആയുധങ്ങൾ റഷ്യ ഇന്ത്യക്ക് നൽകിയിരിക്കുകയാണ്. റഷ്യൻ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയിൽ നിർമ്മിച്ച 35,000 അത്യാധുനിക റൈഫിളുകൾ പ്രതിരോധ വകുപ്പിന് കൈമാറി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. മേക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് അഭിയാൻ പദ്ധതികളുടെ ഭാഗമായി 6 ലക്ഷത്തോളം റൈഫിളുകൾ നിർമ്മിക്കുന്നതിന് 2021 നവംബറിലാണ് 5,000 കോടി രൂപയുടെ കരാർ ഒപ്പിട്ടത്. നിലവിൽ സൈന്യം ഉപയോഗിക്കുന്ന ഇൻസാസ് തോക്കുകൾക്ക് പകരക്കാരനായാണ് ആയുധങ്ങളുടെ വരവ്. കാശ്മീർ പോലുള്ള ശൈത്യമേഖലയിൽ ഇൻസാസ് തോക്കുകളുടെ പ്രവർത്തനക്ഷമത കുറയുന്നുവെന്ന പരാതിയെ തുടർന്നാണ് ഇവ പിൻവലിക്കാനുള്ള തീരുമാനം. വെടിയുതിർക്കുമ്പോൾ കണ്ണിലേക്ക് തെറിക്കുന്നതും അമിത ഭാരവുമായിരുന്നു പിൻവലിക്കാനുള്ള മറ്റൊരു കാരണം. അതേസമയം പുതിയ സീരീസിലുള്ള റൈഫിളുകൾ എത്തുന്നത് ഇന്ത്യൻ സൈന്യത്തിന് കരുത്തുകൂട്ടും. അതിർത്തിയിൽ പാകിസ്ഥാനും ചൈനയും ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടുന്നതിന് ഫലപ്രദമായി ഉപയോഗിക്കാനും കഴിയും. നേരത്തെ ഈ ഇനത്തിൽപ്പെട്ട 70,000 തോക്കുകൾ ഇന്ത്യ നേരിട്ട് റഷ്യയിൽ നിന്ന് വാങ്ങിയിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.